ഓർമ്മക്കുറവ് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഓർമ്മക്കുറവാണോ അതോ തലച്ചോറിലുള്ള മറ്റെന്തെങ്കിലും അസുഖം കൊണ്ടുണ്ടാകുന്ന ഓർമ്മക്കുറവാണോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിമെൻഷ്യ എന്താണെന്നും ഡിമെൻഷ്യയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഓർമ്മക്കുറവും ചിന്തിക്കാനുള്ള കഴിവും അസുഖം കാരണം ഉണ്ടാവുന്നതാണോ അതോ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നതാണോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഡിമെൻഷ്യൻ്റെ സ്റ്റേജസ് എന്താണെന്നും ഡിമെൻഷ്യ തുടങ്ങിക്കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ഡിമെൻഷ്യ ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഡിമെൻഷ്യനെ റിവേഴ്സ് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസും മിസ്സാവാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യമായി ഡിമെൻഷ്യ എന്താണെന്ന് പറയാം. ഡിമെൻഷ്യ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു കണ്ടീഷനല്ല, ഒരു അസുഖമല്ല. പലതരത്തിലുള്ള ബ്രെയിനിൽ ഉണ്ടാവുന്ന അസുഖങ്ങളുടെ ഒരു ലക്ഷണമാണ്, ഒരു സൈനാണ്. ഡിമെൻഷ്യയിൽ മെൻ്റൽ ഡിക്ലൈനാണ് സംഭവിക്കുന്നത്. നമ്മളുടെ മെൻ്റൽ എബിലിറ്റി കുറഞ്ഞു വരും, ചിന്തിക്കാനുള്ള ശക്തി അത് കുറഞ്ഞു വരും, ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവാം, ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഓർമ്മക്കുറവ് ഉണ്ടാവാം, നിങ്ങളുടെ റീസണിങ് എബിലിറ്റി, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി, അങ്ങനെ ഡിമെൻഷ്യൻ്റെ അവസാനം നിങ്ങളുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി തലച്ചോറിനെ ബാധിക്കുന്ന എന്തൊരു തരത്തിലുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഡിമെൻഷ്യ ഉണ്ടാവാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ആൽസിമേഴ്സ് പോലത്തെ ഡീജനറേറ്റീവ് ബ്രെയിൻ കണ്ടീഷൻസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് വാസ്കുലർ ഡിമെൻഷ്യയാണ്. വാസ്കുലർ എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുള്ള പ്രശ്നമാണ്. രക്തത്തിൻ്റെ സപ്ലൈ അത് ഇൻഫാക്ഷൻ കാരണമാവാം, സ്ട്രോക്ക് കാരണമാവാം, ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ കാരണമാവാം, എത്തിറോസ്ക്ലെറോസിസ് അഥവാ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ കട്ടി പിടിച്ചിട്ടുണ്ടാവാം. മറ്റൊരു ടൈപ്പ് ലെവി ബോഡി ഡിമെൻഷ്യയാണ്. ഇതിൽ തലച്ചോറിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻസ് ഡെപ്പോസിറ്റഡ് ആയിട്ട് തലച്ചോറിൻ്റെ ഫങ്ഷനെ ബാധിക്കുന്നതാണ് ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ബ്രെയിൻ അസുഖങ്ങളല്ലാതെ മറ്റ് പല കണ്ടീഷൻസിലും ഡിമെൻഷ്യ ഉണ്ടാവാം. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വൈകാതെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഡിമെൻഷ്യൻ്റെ ഏർലി സൈൻസ് എന്തൊക്കെയാണെന്ന് പറയാം. തുടക്കം തന്നെ ഡിമെൻഷ്യയിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിമെൻഷ്യ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ഇൻ്റർവെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബോഡിയിൽ എല്ലാ ടിഷ്യൂസും റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. അതിനൊരൊറ്റ എക്സെപ്ഷനേ ഉള്ളൂ, അത് നെർവസ് ടിഷ്യൂ ആണ്. അതായത് തലച്ചോറിൽ, ബ്രെയിനിൽ, സ്പൈനൽ കോഡിലൊക്കെ ഉള്ള നെർവ്സ്. അതുകൊണ്ട് തന്നെ ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോഗ്രഷൻ സ്റ്റോപ്പ് ചെയ്യാനും ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. ഡിമെൻഷ്യ പ്രോഗ്രസ് ചെയ്യുന്നത് പല സ്റ്റേജസിലൂടെയാണ്. അതിൽ ആദ്യത്തെ 3 സ്റ്റേജസിലും പ്രീ ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പർ ഡിമെൻഷ്യയിലേക്ക് എത്തിയിട്ടില്ല. ആദ്യത്തെ 3 സ്റ്റേജസിലും ബ്രെയിൻ ഫങ്ഷൻ കുറേയൊക്കെ ഇൻടാക്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കാനുള്ള ശക്തിയും റിവേഴ്സ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. അതിന് അനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവും. ഈ പറയുന്ന 3 സ്റ്റേജസിലും ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഫങ്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്ന് പിന്നീട് 4 മുതൽ 7 സ്റ്റേജസ് വരെ എത്തുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ് ഡിമെൻഷ്യയായി മാറുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റേജസൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരുന്നത് ഇമ്പോസിബിളാണ്. ഇനി സ്റ്റേജസിനെ കുറിച്ച് പറയാം. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോർമലാണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിനെ നോർമൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 0 ആയിരിക്കണം. ഈ സ്റ്റേജിൽ ഒരു തരത്തിലുള്ള മെമ്മറി പ്രോബ്ലംസും ഇല്ല, ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഇൻടാക്റ്റ് ആണ്, അതിൽ കുറവ് ഒന്നും സംഭവിക്കുന്നില്ല. നോർമലായിട്ടുള്ള ഏതൊരാളും ഈ സ്റ്റേജിലാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറ്. രണ്ടാമത്തെ സ്റ്റേജും ഡിമെൻഷ്യയിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ചിന്തിക്കാനുള്ള എബിലിറ്റി ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെരി മൈൽഡ് ഡിക്ലൈനാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില വാക്കുകൾ പെട്ടെന്ന് കിട്ടില്ല. അതിനെന്തായിരുന്നു പറയുക, അങ്ങനെ ആലോചിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ. സാധനങ്ങൾ വെച്ചത് മറന്നു പോവുക. ചിലപ്പോൾ അത് കീ ആവാം, ചിലപ്പോൾ അത് പേഴ്സ് ആവാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്റ്റേജിലൂടെ അധികം ആൾക്കാരും കടന്നു പോകും. കാരണം ബ്രെയിനിൽ നടക്കുന്ന ഡീജനറേഷൻ നമുക്ക് ആർക്കും തടയാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. അതെല്ലാവർക്കും ഉള്ള ഒരു നോർമലായിട്ടുള്ള ഏജ് റിലേറ്റഡ് ചേഞ്ചാണ്.
നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡീജനറേഷൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അത് ദീർഘകാലം നിലനിർത്താൻ സാധിക്കും. ബ്രെയിനിൻ്റെ ഫങ്ഷൻ എത്ര കാലം നീട്ടാൻ പറ്റുന്നോ അത്രയും കാലം നമുക്ക് നല്ല ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ സാധിക്കും. സ്റ്റേജ് 2 ചെറിയ ചെറിയ മെമ്മറി പ്രശ്നങ്ങളെ ഉണ്ടാവാറുള്ളൂ. അത് സാധാരണ രീതിയിൽ അൺനോട്ടീസ്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യാറ്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ പറഞ്ഞ ആൾക്ക് ഇങ്ങനത്തെ മെമ്മറി പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അത് അത്രയും നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സിവിയർ സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല. സ്റ്റേജ് 2 ഈ പറഞ്ഞ മെമ്മറി പ്രശ്നം കാരണം ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജ് ഡിമെൻഷ്യ ആണ്. ഇവിടെ മൈൽഡ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ വന്നിട്ടുണ്ട്. മെമ്മറീൻ്റെ പ്രോബ്ലംസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു, അവരുടെ പേര് ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പേര് എന്താണെന്ന് പോലും ഒരു ക്ലൂ ഉണ്ടാവില്ല. നിങ്ങൾ പത്രത്തിലൊരു കാര്യം വായിക്കുന്നു, ഒരു ബുക്കിലൊരു പാരഗ്രാഫ് വായിക്കുന്നു, അല്ലെങ്കിൽ TV-യിൽ ഒരു സീന് കാണുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ് വായിച്ചത്, എന്താണ് കണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോവുക. അതായത് ഷോർട്ട് ടേം മെമ്മറി മെല്ലെ മെല്ലെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ മെമ്മറീൻ്റെ പ്രോബ്ലം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ മനസ്സിലായി തുടങ്ങും. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഇവർക്ക് മെമ്മറീൻ്റെ പ്രോബ്ലം വന്നതെന്നുള്ളത് ഇവർക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളത്, ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവരും സെൽഫ് അവെയർ ആവും. ഓർമ്മിക്കാൻ പഴയതുപോലെ പറ്റുന്നില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവർ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവർ എഴുതി വെക്കാൻ തുടങ്ങും. പ്ലാൻ ചെയ്തിട്ട് സീക്വൻഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഈ സ്റ്റേജിലും അവർക്ക് അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ധാരാളം ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവർ അവെയറാണ്. ഈ ഒരു സ്റ്റേജിൽ പോലും അവർ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമെൻഷ്യ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്രയും ബ്രെയിൻ ഫങ്ഷൻ ഉള്ളതുകൊണ്ട് ഇവർക്ക് സ്വന്തം മോട്ടിവേറ്റ് ചെയ്യാനും ആ റിമൈനിങ് ബ്രെയിൻ ഫങ്ഷനെ ആക്ടിവേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്ത് പഴയതുപോലെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി എന്തൊക്കെയാണ് ബ്രെയിനിന് ആവശ്യമുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ഈ തുടങ്ങിയിട്ടുള്ള ചെറിയ ഡിമെൻഷ്യ അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അറിയണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ഡിമെൻഷ്യ തന്നെയാണ്. പക്ഷേ കോഗ്നിറ്റീവ് ഫങ്ഷനിൽ മോഡറേറ്റ് ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിലും ബ്രെയിൻ ഫങ്ഷൻ ധാരാളം ബാക്കിയുണ്ട്. പക്ഷേ പഴയതുപോലെ റിവേഴ്സ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഫർദർ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് സമയം എത്രയാണെന്നോ, ദിവസത്തിൻ്റെ കാര്യം, ഏത് സ്ഥലത്താണുള്ളത്, അങ്ങനെ ടൈമും പ്ലേസും അതിൻ്റെയൊക്കെ ഓറിയൻറ്റേഷൻ, അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവും. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങൾ കാണുമ്പോൾ അത് ഓർമ്മയുണ്ടാവും, ആരാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റേജ് 4 ബാധിക്കുന്നില്ല. പക്ഷേ മെമ്മറീൻ്റെ പ്രശ്നം കുറച്ചും കൂടി രൂക്ഷമായിട്ടുണ്ടാവും. അവർ കുറച്ച് മുമ്പേ ചെയ്ത കാര്യങ്ങൾ, ചെറിയ ചെറിയ ഇവൻറ്റ്സ് അവർ മറന്നുപോകും. അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടാവും. അവരൊരു സാധനം ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്തേക്ക് എടുത്തു വെച്ചത് അത് മറന്നുപോയിട്ടുണ്ടാവും. കണക്ക് കൂട്ടാനുള്ള കഴിവ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ള മാത്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 100-ൽ നിന്നും 7 നമ്പർ കുറഞ്ഞ് എത്രയാണ് വരുന്നത്, 93, 86, 79 അങ്ങനെ പറയാനുള്ള എബിലിറ്റി ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും അവർക്കത് കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില്ലറ ബാക്കി കൊടുക്കുന്നത്, ചേഞ്ച് കൊടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അങ്ങനത്തെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനും കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. ഉദാഹരണത്തിന് വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവിംഗ്, ഷോപ്പിംഗ്, എന്തെങ്കിലും കാര്യം ഓർഡർ ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഡിമെൻഷ്യയിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ സാധാരണമായി പ്രായം കൂടുന്നതിനനുസരിച്ചും അധികം ആൾക്കാർക്കും ഉണ്ടാവാം. അത് പ്രായം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അതോ ബ്രെയിൻ റിലേറ്റഡ് അസുഖങ്ങൾ കാരണമുള്ളതാണോ എന്നുള്ളത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അതിലാദ്യം പറയാനുള്ളത് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. ഡിമെൻഷ്യയിൽ ജഡ്ജ്മെൻറ്റ് സ്ഥിരമായി തെറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റായിരിക്കും. അത് വീണ്ടും വീണ്ടും തെറ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രായത്തിന് അനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നമുക്ക് നോർമൽ എന്ന് പറയാം. ഇത്തരത്തിലുള്ള നോർമൽ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും ജഡ്ജ്മെൻറ്റിൽ പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ അത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ.
അവർക്കും ജഡ്ജ്മെൻ്റ് എടുത്തത് തെറ്റാന്നുള്ളത് കുറച്ച് സമയം ആലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ സമയം എത്രയാണ്, ഏത് ദിവസമാണ് ഇത്, ഏത് മാസമാണ്, ഏത് സ്ഥലത്താണ് അവരുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ബോധം അവർക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ അവർ വേനൽക്കാലത്ത് ഇന്നെന്താ മഴ പെയ്യാത്തതെന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ നോർമലായിട്ട് ഏജ് റിലേറ്റഡ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം ഏതാണെന്ന് ചിലപ്പം മറന്നുപോയേക്കാം, തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്നുള്ളത് മറന്നുപോയേക്കാം. പക്ഷെ അത് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കത് കിട്ടുകയും ചെയ്യും. ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വെച്ച് മറന്നു പോവാം, സാധനങ്ങൾ നഷ്ടപ്പെടാം. പക്ഷെ അത് എവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടത് അത് ആലോചിക്കാൻ പറ്റില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നോർമൽ ഏജ് റിലേറ്റഡ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും അവർക്കും സാധനങ്ങൾ നഷ്ടപ്പെടാം. പക്ഷേ അത് എവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിലപ്പോൾ അത് തിരിച്ച് കണ്ടുപിടിക്കാനും അവർക്ക് സാധിക്കും. ഡിമെൻഷ്യ ഉള്ള ആൾക്കാർ വർത്തമാനം പറയുന്ന സമയത്ത് റീസണിങ് അവരത് സത്യം പറഞ്ഞാൽ സ്കാറ്റേർഡ് ആയിരിക്കും. ഒരു റീസണും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ ആയിരിക്കും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഡീവിയേറ്റ് ചെയ്ത് പോകാം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇനി 5ാമത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഡിമെൻഷ്യയാണ്. ഇവിടെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ മോഡറേറ്റ് ലെവലിൽ നടന്നു കഴിഞ്ഞു. ഈ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഫോൺ നമ്പർ എന്താണെന്ന് മറന്നുപോയിട്ടുണ്ടാവും, അവരുടെ അഡ്രസ്സ് എന്താണെന്ന് മറന്നുപോയിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ പോലും ഈ പറഞ്ഞ അസുഖം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. വസ്ത്രധാരണത്തിനെയും ചിലപ്പോൾ ഇത് ബാധിച്ചേക്കാം. അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള തുണികൾ സെലക്ട് ചെയ്യാനും അത് ധരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവാം. നിങ്ങളുടെ വീട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് പോലും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. സമയം എത്രയായി, ഇന്ന് ഏത് ദിവസമാണ്, നിങ്ങൾ ഏത് സ്ഥലത്താണുള്ളതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ അവർക്ക് മറന്നുപോയേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കാം. ഇനി 6ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മിഡ് ടു ലേറ്റ് സ്റ്റേജ് ഡിമെൻഷ്യയാണ്. ഇവിടെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ കുറച്ചും കൂടി സിവിയർ ആണ്. എഫക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് അവരുടെ ജീവിത പങ്കാളിൻ്റെ പേര് പോലും ചിലപ്പോൾ മറന്നുപോകും. വർത്തമാനം പറയുന്ന സമയത്ത് ഒരു ഫുൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, വേർഡ്സ് കിട്ടില്ല. ഈ സ്റ്റേജിലെത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, ഭയം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് യൂറിൻ ബ്ലാഡർ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ഫുൾ ടൈം ഒരു കെയർ ഗിവർ വേണ്ടി വരും. അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. ഈ സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ടി വരും. കാരണം അവരെ ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം നടന്നു പോവാം, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കൃത്യമായി അറിയാത്തതുകൊണ്ട് വഴി നഷ്ടപ്പെട്ടേക്കാം. അവർക്ക് അവരെ തന്നെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഴും, ഇഞ്ചുറീസ് കൂടുതലായിട്ട് സംഭവിക്കും, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഡ്രസ്സ് ചെയ്യാനും കുളിക്കാനും ഇതിനൊക്കെ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. ഫാമിലി മെമ്പേഴ്സിനും ഈ സ്റ്റേജിലെത്തിയിട്ടുള്ള ആൾക്കാരെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും കാലം അവർക്ക് അറിഞ്ഞ ആൾ അവരുടെ ബോഡി മാത്രമാണ് അവിടെ ഉള്ളത്, അവരുടെ മനസ്സ് സത്യം പറഞ്ഞാൽ ഇല്ല. ഇനി 7ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെരി ലേറ്റ് ഡിമെൻഷ്യയാണ്. സിവിയർ ആയിട്ടുള്ള ഡിക്ലൈൻ സംഭവിച്ചു കഴിഞ്ഞു. ഇവർക്ക് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല, ബെഡ് റിഡൺ ആയിട്ടുണ്ടാവും, വർത്തമാനം പറയില്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവർ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞേക്കാം, പക്ഷെ അതിന് കൃത്യമായ മീനിങ്ങോ കണ്ടെക്സ്റ്റോ ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് സ്വന്തമായി ഭക്ഷണം ഇറക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഈ 7 സ്റ്റേജസ് പറഞ്ഞപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സ്റ്റേജ് 4 മുതൽ 7 വരെയാണ് അധികം ആൾക്കാരും ഡിമെൻഷ്യ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുക. കാരണം ഡിമെൻഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന സിംറ്റംസും സൈൻസും ഒക്കെ വരുന്നത് ഈ പറയുന്ന സ്റ്റേജസിലാണ്. പക്ഷേ അതിന് മുമ്പേ 1, 2, 3 എന്നുള്ള സ്റ്റേജിൽ നമുക്കൊരു ചെറിയ വിൻഡോ കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേജസിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാനോ ഇല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. നമ്മൾ ഒരു മസിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലം കഴിയുമ്പോൾ ഷ്രിങ്ക് ആവും, അതിൽ അട്രോഫി സംഭവിക്കും. അതേപോലെ തന്നെയാണ് ബ്രെയിനും. ബ്രെയിൻ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രെയിനിൻ്റെ ഫങ്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ബ്രെയിനിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. അതിന് എനർജി കിട്ടണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് എനർജി കിട്ടുന്നത്. ഓക്സിജൻ കിട്ടണം. നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയാണ് ആ ഓക്സിജൻ കിട്ടുന്നത്. 3ാമതായി ബ്രെയിനിന് സ്റ്റിമുലേഷൻ വേണം. ഈ പറയുന്ന സ്റ്റിമുലേഷൻ പല കാര്യങ്ങളൂടെ കിട്ടാം. നിങ്ങൾ വായിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ, ഏകദേശം 90% ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിവ്
ബോഡി മൂവ്മെൻറ്റ്സിനാണ്. നിങ്ങളുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രെയിനിലുണ്ടാകുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസ് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നിങ്ങൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും, ബ്രെയിനിനെ കൃത്യമായി സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാതെ നോക്കുക. നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമലായി നിർത്തുക, ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലായി നിർത്തുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതെ ശ്രദ്ധിക്കുക. ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ ഡീജനറേറ്റീവ് കണ്ടീഷൻസിനും മറ്റൊരു മെയിനായിട്ടുള്ള കാരണം ഇൻഫ്ലമേഷനാണ്. അതായത് നെർവസ് ടിഷ്യൂവിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. മെറ്റബോളിക് അസുഖങ്ങൾ കാരണം ഇത്തരത്തിൽ ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കാം. ചിലപ്പോൾ ആൽസിമേഴ്സ് ഡിസീസിനെയും ഡിമെൻഷ്യനെയും നമ്മൾ ടൈപ്പ് 3 ഡയബറ്റിസ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിർത്തുന്നതും ഷുഗർ ലെവലും നോർമലാക്കി നിർത്തുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതെ നോക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 സ്റ്റേജസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് റിവേഴ്സ് ചെയ്യാനോ ബാക്കിയുള്ള സ്റ്റേജസിലുള്ള പ്രോഗ്രഷൻ സ്ലോ ചെയ്യാനോ സാധിക്കുന്നതാണ്. ഡിമെൻഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി ചെയ്യുന്നതാണ്. ആ വീഡിയോ മിസ്സാവാതെ കാണാൻ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങൾക്ക് ഡിമെൻഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടർമാരോട് സംസാരിക്കണമെങ്കിൽ ഡോഫോഡി ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിലുള്ള ന്യൂറോളജിസ്റ്റുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കാൻ പലതരത്തിലുള്ള ക്വസ്റ്റിനേഴ്സ് ഹോസ്പിറ്റൽസിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറേയൊക്കെ ഡിമെൻഷ്യ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിമെൻഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്താണോ അറിയേണ്ടത് അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ബ്രെയിനിനെ ഹെൽത്തി ആക്കി നിലനിർത്താൻ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. എക്സസൈസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.